ആദായ നികുതി സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി ഏർപ്പെടുത്തിയത് ഏത് വൈസ്രോയുടെ കാലഘട്ടത്തിലാണ്? ആദായ നികുതി സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി ഏർപ്പെടുത്തിയത് ഏത് വൈസ്രോയുടെ കാലഘട്ടത്തിലാണ്? ഏത് വൈസ്രോയുടെയാണ്? ഉത്തരം കാനിങ് പ്രഭു. ആരുടെ കാലഘട്ടത്തിലാണ്? കാനിങ്. അടുത്ത ചോദ്യം, നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആര്? നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആര്? ആരാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ആരാ? ചാരു മജുംദാർ. ആരാണ്? ചാരു മജുംദാർ. നീൽ ദർപ്പൺ എന്ന നാടകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? നീൽ ദർപ്പൺ എന്ന നാടകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? ആരാണ്? മൈക്കിൾ മധുസൂദനൻ. ആരാണ്? മൈക്കിൾ മധുസൂദനൻ. അപ്പൊ ഇത് ഓർത്തിരിക്കാനായിട്ട് മൈക്കിള് നോക്കേ, ചെമ്മീൻ സിനിമയിലെ നായകനാണ് ആര്? മധു അല്ലെ? മധുവിന്റെ കൂടെ എന്തും കൂടെ ചേർത്താൽ ഒരു കവിയുടെ പേര് കിട്ടും, സൂദനൻ. അപ്പൊ ആരാണ്? മൈക്കിൾ മധുസൂദനൻ. നമുക്കറിയാം PSC എന്താണ് ചോദിച്ചിട്ടുള്ളത്? നീൽ ദർപ്പൺ എന്ന നാടകം അത് ആരുടെയാണെന്ന്. ആരുടെയാണ്? ദീനബന്ധുമിത്ര. ഇവിടെ എന്താണ് ചോദ്യം? ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? ആരാണ്? മൈക്കിൾ മധുസൂദനൻ. അടുത്ത ചോദ്യം, ഹിന്ദുമതത്തിന്റെ ചുഴലിക്കാറ്റ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഹിന്ദുമതത്തിന്റെ ചുഴലിക്കാറ്റ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആരെയാണ്? സ്വാമി വിവേകാനന്ദൻ. ആരെയാണ്? സ്വാമി വിവേകാനന്ദൻ. ആദിവാസികളുടെ സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ഗോത്രവർഗ കലാപം ഏത്? ആദിവാസികളുടെ സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ഗോത്രവർഗ കലാപം ഏത്? ഏതാണ്? മുണ്ടാ കലാപം. ഏതാണ്? മുണ്ടാ കലാപം. ഇവിടെ ചോദ്യങ്ങൾ ശ്രദ്ധിക്കണേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആദിവാസി കലാപം ചോദിച്ചാൽ ഏതാണ്? അത് സാന്താൾ കലാപമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം ചോദിച്ചാൽ ഏതാണ്? ഉത്തരം ഫീലുകളാണ്. ആരാണ്? ഫീലാണ്. അപ്പം മറക്കല്ലും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആദിവാസി കലാപം ഏതാണ്? അത് സാന്താൾ കലാപമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം ഏതാണ്? അത് ഫീലാണ്. ഇവിടെ എന്താണ് ചോദ്യം? ആദിവാസികളുടെ സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ഗോത്രവർഗ കലാപം ഏതാണ്? അത് മുണ്ടാ കലാപം. അടുത്ത ചോദ്യം, തേബാഗ ഭൂസമരം ഇന്ത്യയിൽ എവിടെയാണ് നടന്നത്? തേബാഗ ഭൂസമരം ഇന്ത്യയിൽ എവിടെയാണ് നടന്നത്? എവിടെയാണ്? ബംഗാൾ. എവിടെയാണ്? ബംഗാൾ. അടുത്ത ചോദ്യം, പുല്ലുപറി സമരം നടന്ന വർഷം. പുല്ലുപറി സമരം നടന്ന വർഷം എന്നാണ്? 1946. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യങ്കാളിയാണെന്ന് അഭിപ്രായപ്പെട്ടത്. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യങ്കാളിയാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ആരാണ്? ഉത്തരം EK നയനാർ. ആരാണ്? EK നയനാർ. 2006 വാകത്താനത്തിനടുത്തുള്ള യോഗത്തിൽ വെച്ച് ബൈബിൾ കത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ്. 1906 വാകത്താനത്തിനടുത്തുള്ള യോഗത്തിൽ വെച്ച് ബൈബിൾ കത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഉത്തരം ആരാണ്? പൊയ്കേൽ യോഹന്നാൻ. ആരാണ്? പൊയ്കേൽ യോഹന്നാൻ. സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന കൃതി രചിച്ചത്. സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന കൃതി രചിച്ചത് ആരാണ്? ജമാൽ മുഹമ്മദ്. ആരാണ്? ജമാൽ മുഹമ്മദ്. അടുത്ത ചോദ്യം, അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ലേഖനം പ്രസിദ്ധീകരിച്ചതിനാൽ കൊച്ചി സർക്കാർ നിരോധിച്ച മുഖപത്രം. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ലേഖനം പ്രസിദ്ധീകരിച്ചതിനാൽ കൊച്ചി സർക്കാർ നിരോധിച്ച മുഖപത്രം ഏതാണ്? ഉണ്ണി നമ്പൂതിരി. ഏതാണ്? ഉണ്ണി നമ്പൂതിരി. ഗാന്ധിജിയുടെ ആത്മകഥയിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരേ ഒരു കേരളീയൻ. ഗാന്ധിജിയുടെ ആത്മകഥയിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരേ ഒരു കേരളീയൻ ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് R സുകുമാരൻ സംവിധാനം ചെയ്ത സിനിമ. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് R സുകുമാരൻ സംവിധാനം ചെയ്ത സിനിമ ഏതാണ്? യുഗപുരുഷൻ. ഏതാണ്? യുഗപുരുഷൻ. അടുത്ത ചോദ്യം, സാമൂതിരിയുടെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത്. സാമൂതിരിയുടെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? മങ്ങാട്ടച്ചൻ. എങ്ങനെയാണ്? മങ്ങാട്ടച്ചൻ. തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ. തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ. ചോദ്യം ശ്രദ്ധിക്കണം. ഇവിടെ രാജ കേശവദാസ് എന്ന സംശയം ഉണ്ടാകരുത്. ഉത്തരം ആരാണ്? അറുമുഖം പിള്ള. ആരാണ്? അറുമുഖം പിള്ള. അടുത്ത ചോദ്യം, ഹൈദരലിയുടെയും ടിപ്പുവിന്റെയും പടയോട്ടക്കാലത്ത് തിരുവിതാംകൂറിലെ രാജാവ്. ഹൈദരലിയുടെയും ടിപ്പുവിന്റെയും പടയോട്ടക്കാലത്ത് തിരുവിതാംകൂറിലെ രാജാവ് ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാൾ. ആരാണ്? സ്വാതി തിരുനാൾ.
ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം വില്യം ബെന്റിക് പ്രഭു. ആരാണ്? വില്യം ബെന്റിക് പ്രഭു. നീല ജലനയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി. നീല ജലനയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽമേഡ. ഉത്തരം ആരാണ്? അൽമേഡ. കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി. കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി. ഉത്തരം പോർച്ചുഗീസുകാർ. ആരാണ്? പോർച്ചുഗീസുകാർ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ കപ്പൽ. ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ കപ്പൽ. ഉത്തരം ഹെക്ടർ. ഏതാണ്? ഹെക്ടർ ആണ്. ഝാൻസി റാണിയുടെ യഥാർത്ഥ പേര്. ഝാൻസി റാണിയുടെ യഥാർത്ഥ പേര്. ഉത്തരം ഏതാണ്? മണികർണിക. ഏതാണ്? മണികർണിക. അടുത്ത ചോദ്യം. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത്? 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരെയാണ്? നാനാ സാഹിബ്. ആരെയാണ്? നാനാ സാഹിബ്. അടുത്ത ചോദ്യം. ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം. ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനം. ഇവിടെ അധ്യക്ഷനാരായിരുന്ന നെഹ്റു ആയിരുന്നു. അതുപോലെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനമെടുത്ത INC സമ്മേളനമാണ് ഏത്? 29 ലാഹോർ സമ്മേളനം. അതുപോലെ 1930 ജാനുവരി 26 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുവാൻ തീരുമാനമെടുത്ത സമ്മേളനം ഏതാണ്? 29 ലാഹോർ സമ്മേളനം. അതുപോലെ INC പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? 29 ലാഹോർ സമ്മേളനം. അടുത്ത ചോദ്യം. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആരെയാണ്? പട്ടാഭി സീതാരാമയ്യ. ആരെയാണ്? പട്ടാഭി സീതാരാമയ്യ. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇന്ത്യയുടെ എത്ര ശതമാനം വനം ആവശ്യമാണ്? പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇന്ത്യയുടെ എത്ര ശതമാനം വനം ആവശ്യമാണ്? എത്രയാണ്? 33.3%. അടുത്ത ചോദ്യം. ചിറാപുഞ്ചിയുടെ പുതിയ പേര്. ചിറാപുഞ്ചിയുടെ പുതിയ പേര് എങ്ങനെയാണ്? സോഹ്റ. എങ്ങനെയാണ്? സോഹ്റ. അടുത്ത ചോദ്യം. ഉത്തര മഹാസമതല പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപം. ഉത്തര മഹാസമതല പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപം ഏതാണ്? ഉത്തരം ഫംഗർ. ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം. അറബിക്കടലിന് സമാന്തരമായി താപ്തി നദിയുടെ നദീമുഖം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിര. അപ്പൊ ഏതായിരിക്കാം ഉത്തരം? ഉത്തരം കിട്ടിയോ? ഏതാണ്? അത് പശ്ചിമഘട്ടം. ഏതാണ്? പശ്ചിമഘട്ടം. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന പർവ്വതനിര. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന പർവ്വതനിര ഏതാണ്? വിന്ധ്യാനിരകളാണ്. ഏതാണ്? ഓപ്ഷൻ സി വിന്ധ്യാനിരകളാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. ആൻഡമാൻ ദ്വീപുകളിൽ ഏറ്റവും ചെറിയ ദ്വീപ്. ആൻഡമാൻ ദ്വീപുകളിൽ ഏറ്റവും ചെറിയ ദ്വീപ് ഏതാണ്? റോസ് ദ്വീപ്. ഉത്തരം ഏതാണ്? റോസ് ദ്വീപ്. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യ നദീജല സംയോജന പദ്ധതിയായ ഗോദാവരി കൃഷ്ണ പദ്ധതി ഏതാണ്? ഗോദാവരി കൃഷ്ണ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ നദീജല സംയോജന പദ്ധതിയായ ഗോദാവരി കൃഷ്ണ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഉത്തരം മറക്കല്ലേ. ഏത് സ്റ്റേറ്റ് ആണ്? ആന്ധ്രാപ്രദേശ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മ. ഏതാണ്? പ്ലാസ്മ. പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ്. പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് ഏതാണ്? ആങ്സ്ട്രോം. ഏതാണ്? ഓപ്ഷൻ ബി ആങ്സ്ട്രോം. അടുത്ത ചോദ്യം. എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന നിറം. എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന നിറം ഏതാണ്? കറുപ്പ്. ഏത് നിറമാണ്? കറുപ്പ്. ആദ്യമായി പ്രകാശത്തിന്റെ വേഗം കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ. ആദ്യമായി പ്രകാശത്തിന്റെ വേഗം കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? റോമർ. ഓപ്ഷൻ സി റോമർ. അടുത്ത ചോദ്യം നോക്കാം. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏതാണ്? അത് കാർബൺ ഡൈ ഓക്സൈഡ്. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ഏതാണ്? ഉത്തരം ആസിഡ്. ഏതാണ്? ആസിഡ് ആണ്. അടുത്ത ചോദ്യം. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആസിഡ്. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആസിഡ് ഏത് ആസിഡാണ്? അസറ്റിക് ആസിഡ്. ഏത് ആസിഡാണ്? അസറ്റിക് ആസിഡ്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ സി. ഏതാണ്? വൈറ്റമിൻ സി. അടുത്ത ചോദ്യം.
ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കുറ്റവാളികൾക്ക് രാഷ്ട്രപതി മാപ്പ് നൽകുന്നത്? ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കുറ്റവാളികൾക്ക് രാഷ്ട്രപതി മാപ്പ് നൽകുന്നത്? ഏത് വകുപ്പായിരിക്കാം? ഉത്തരം ഓപ്ഷൻ ബി. ഏതാ? 72-ാം അനുച്ഛേദം. 72-ാം അനുച്ഛേദം. അടുത്ത ചോദ്യം, രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച ഏക ചീഫ് ജസ്റ്റിസ്. രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച ഏക ചീഫ് ജസ്റ്റിസ് ആരാണത്? എം ഹിദായത്തുള്ള. ആരാണ്? എം ഹിദായത്തുള്ള. അടുത്ത ചോദ്യം, കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെട്ട കേരളത്തിലെ ആദ്യ നിയമസഭാ അംഗം. കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെട്ട കേരളത്തിലെ ആദ്യ നിയമസഭാ അംഗം ആരാണ്? ആർ ബാലകൃഷ്ണപിള്ള. ആരാണ്? ആർ ബാലകൃഷ്ണപിള്ള.